ജബൽപൂരിൽ സംഘപരിവാരത്തിൻ്റെ ക്രൂരമായ അക്രമങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വളരെ കൃത്യമായി തന്നെ പറയാം എന്താണ് സംഘപരിവാരം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്ന്. വളരെ ഭയത്തോടു കൂടിയാണ് ഇപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത്. പേര് പോലും കൊടുത്തിട്ട് FIR-ൽ ഇന്ന ആളുകളാണ് ഉള്ളത് എന്നറിയാം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം. ആ പേരൊന്ന് ഉൾപ്പെടുത്താൻ പോലും FIR-ൽ പേര് ഉൾപ്പെടുത്താൻ പോലും തയ്യാറായില്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിൻ്റെ അക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അനുഭവമാണ് ഇത് എന്നുള്ളതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു ഐക്യദാർഢ്യപ്പെടൽ എന്നുള്ള നിലക്ക് തന്നെയാണ് ഇവിടെ കതിർക്കോടൊപ്പം വന്നത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ഇറങ്ങി എമ്പുരാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവർ കാണിക്കുന്ന ഒരു വല്ലാത്ത അസഹിഷ്ണുത ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ചെറിയ തുടർച്ച തന്നെയല്ലേ ഇപ്പോൾ ജബൽപൂരിലും കണ്ടത് എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ജബൽപൂരിലും കാണുന്നത്. അവിടെ ഈ പറയുന്ന സംഘപരിവാരം വിഭാഗത്തെ അങ്ങ് ഇറക്കി വിടുക, പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് വിടുക. എങ്ങനെയാണ് ഇതിന് ധൈര്യം വരുന്നത്? ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായി, എന്നാൽ ആ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഭരണ സംവിധാനം നേതൃത്വം കൊടുക്കണ്ടേ? ഒരു നേതൃത്വം കൊടുക്കുന്നില്ല. മണിപ്പൂർ നമ്മുടെ മുമ്പിലുണ്ട്, തൊട്ട് മുമ്പുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മണിപ്പൂർ ഇപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ രാജ്യത്ത് ഇരുവിഭാഗങ്ങളെ തമ്മിൽ തല്ലിച്ച് അതിലൂടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമായി RSS നിലനിൽക്കുകയാണ്, BJP നിലനിൽക്കുകയാണ്. അതിൻ്റെ ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരേണ്ടതുണ്ട്.